നിങ്ങളുടെ ഫാമിലിക്കകത്തായിരിക്കും പിശാചിൻ്റെ ആദ്യത്തെ അങ്കത്തട്ട്. നിന്റെ വണ്ടിക്കകത്ത് പ്രശ്നം വരത്തില്ല, നിന്റെ നാട്ടിൽ നിനക്ക് പ്രശ്നം വരത്തേയില്ല. ആമേൻ. നീ പോകുന്ന ജോലി സ്ഥലത്ത് നിനക്ക് ഒരു കുഴപ്പവും വരത്തേയില്ല. നിന്റെ പ്രാർത്ഥനയുടെ ഉറവിടം എവിടെയാണോ അവിടെ പിശാച് വെറുതെ ഇരിക്കത്തില്ല. അവിടെ പിശാചിന് പോരാടാനായിട്ട് തുടങ്ങുന്നത്. ആകയാൽ ആത്മശക്തി യുദ്ധക്കളത്തിലേക്ക് ഇറക്കി വിടപ്പെടുമ്പോൾ സ്വഭവനത്തിനകത്ത് നിശ്ചയിക്കണം. രണ്ടുപേർ ഒരുമിച്ചിരുന്ന് കരം കോർത്തോ ഒരുമിച്ച് ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ ആ കുടുംബത്തിനെതിരായിട്ട് കടന്നു വരപ്പെടുന്ന പിശാചിനെ നിഷ്പ്രയാസം ഓടിക്കാനായിട്ട് കഴിയും. നിഷ്പ്രയാസം. ഒറ്റയ്ക്ക് നീ ഓടിക്കാൻ ശ്രമിച്ചിട്ട് കഴിയാതെ, ഒറ്റയ്ക്ക് നീ ജയിക്കാൻ ശ്രമിച്ചിട്ട് കഴിയാണ്ടിരിക്കുന്നുവെങ്കിൽ രണ്ടുപേർ ഐകമധ്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതം നടക്കും. രണ്ടുപേർ ഐകമധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വലിയ മാറ്റങ്ങൾ നൽകും. രണ്ടുപേർ ഐകമധ്യം കിടന്നാൽ വലിയ വിടുതലുകൾ സംഭവിക്കും. ആത്മീയ ശക്തി പ്രാപിക്കണം. ഞാൻ തോൽക്കത്തില്ല, തോൽക്കാനല്ല എൻ്റെ ദൈവം എന്നെ വിളിച്ചത്. ആമേൻ. അവൻ കെടുന്ന തന്ത്രങ്ങളിൽ എനിക്ക് ജയിക്കണം. എൻ്റെ കുടുംബത്തിന് ജയിച്ചാലേ മതിയാകത്തുള്ളൂ, എൻ്റെ മക്കൾക്ക് ജയിച്ചാലേ പറ്റത്തുള്ളൂ, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ജയിച്ചാലേ പറ്റത്തുള്ളൂ. ഞങ്ങൾ യേശുവിനെ തള്ളി പറയത്തില്ല, ഞങ്ങൾ യേശുവിൻ്റെ സ്നേഹം വിട്ട് മാറത്തില്ല, ഞങ്ങൾ ആത്മീക ആരാധന വിട്ട് മാറത്തില്ല. നിങ്ങൾക്ക് മുമ്പിൽ യുദ്ധമുണ്ട്. അത് ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആത്മശക്തി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കപ്പെടുന്നു. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതങ്ങൾ ഇന്നു മുതൽ പുനരാരംഭിക്കണം. ചില വായനാ ജീവിതങ്ങൾ ചിലർക്കുണ്ടായിരുന്നു. ഇന്നു മുതൽ കൃത്യമായിട്ട് ദൈവവചനം നിങ്ങൾ എല്ലാ ദിവസവും വായിക്കുന്ന ശീലമുള്ളവരായിട്ട് തീരണം. നിങ്ങൾ ഉപവസിക്കുന്ന ശീലമുള്ളവരുണ്ടായിരുന്നു. ഇപ്പോൾ ഉപവാസമില്ല. ആ നഷ്ടപ്പെട്ടു പോയ ഉപവാസ അനുഭവങ്ങൾ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. നിങ്ങൾക്കൊരു മടങ്ങി വരവുണ്ടായിരിക്കപ്പെടട്ടെ. നിങ്ങളുടെ ദർശനം മാറാൻ തുടങ്ങിയോ? ദർശനം മങ്ങാൻ തുടങ്ങിയോ? സ്വർഗം ചിലയിടത്തുനിന്ന് പറിച്ചെടുത്ത് ചിലയിടത്ത് ദൈവം നിന്നെ കൊണ്ട് നട്ടപ്പോൾ നിന്നിൽ നിന്ന് ഒരുപാട് ഫലം കായ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ സൈത്താൻ തിരിച്ചടിച്ചിട്ട് എവിടെ നിന്നാണോ ദൈവം നിന്നെ പറിച്ചത് ആ സ്ഥലത്തിലേക്ക് നീ വീണ്ടും തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇല്ല. കർത്താവ് നിന്നെ പറിച്ചെടുത്തുവെങ്കിൽ ദൈവം നിന്നെ എവിടെയാണോ നട്ടത് അവിടെ തന്നെ കൃത്യമായിട്ട് നിൽക്കുവാനായിട്ട് മറന്നു പോകരുത്. ആകയാലിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കല്ല, നമുക്ക് ഇഷ്ടമുള്ള അനുഭവങ്ങളിലേക്കല്ല, ഒരു പുതിയ ബലത്തോടെ ശക്തിയോടുകൂടി ചില തീരുമാനങ്ങൾ എടുക്കുക. നിന്നെ ആത്മീകത്തിൽ തള്ളിക്കളയുവാൻ വേണ്ടിയിട്ട് പിശാചിന്റെ മനസ്സിനെ മാറ്റിക്കളഞ്ഞു. ആമേൻ. ചില ആവശ്യമില്ലാത്ത ചിന്തകൾ നിന്റെ മനസ്സിനകത്ത് ഇട്ടു. നിനക്ക് ദൈവം 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 ആത്മീകത എന്നുള്ള ചിന്തകൾ വിട്ടിട്ട് ലോകത്തിന്റെ പലതും നിന്റെ ഹൃദയത്തിനകത്ത് കയറി സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ആത്മീകത നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി പിശാച് വച്ചിരിക്കുന്ന വലിയൊരു കെണിയാണെന്നുള്ളത് മറക്കരുത്. ആമേൻ. നീ അങ്ങോട്ട് ആക്രമിച്ചില്ലെങ്കിൽ നിന്നെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കപ്പെടുമ്പോൾ നീ മനസ്സിലാക്കണം, ഞാൻ യുദ്ധക്കളത്തിലാണ്. എൻ്റെ ആത്മീകതയെ നശിപ്പിക്കുവാൻ, എന്നിലുള്ള ദൈവീകത്വം നശിപ്പിക്കുവാൻ, എന്നിലുള്ള ദൈവ കൃപാവരം നശിപ്പിക്കുവാൻ, എന്നിലുള്ള ദൈവീകത്വം നശിപ്പിക്കുവാൻ വേണ്ടി പിശാച് വിട്ടിരിക്കപ്പെടുന്ന ചില വ്യക്തികളാണ്. പിശാച് പറഞ്ഞു വിട്ടിരിക്കപ്പെടുന്ന ചില അവതാരങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങൾ ചിലതിനോട് വർജിക്കണം. ഒറ്റയ്ക്ക് പലപ്പോഴും ഫൈറ്റ് ചെയ്ത് നിനക്ക് ജയിക്കുവാനായിട്ട് ചിലപ്പോൾ കഴിഞ്ഞുവെന്ന് വരത്തില്ല. ഒറ്റയ്ക്ക് നിനക്ക് ചിലതിനെ നേരിടുവാനായിട്ട് കഴിഞ്ഞുവരപ്പെടത്തില്ല. ചില സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ മാനസികമായി പിരിമുറുക്കം അനുഭവിക്കുന്ന അനേക സഹോദരിമാർ ഈ കൂട്ടത്തിലുണ്ട്. നിന്റെ ജോലി സ്ഥലത്ത് ദൈവം നിന്നെ ഒരു യുദ്ധക്കളമാക്കി വച്ചിട്ടുണ്ടെങ്കിൽ സഹോദരി നീ തോൽക്കരുത്. ചില സഹോദരന്മാരെ പരിശുദ്ധാത്മാവിനെ കാണിക്കപ്പെടുന്നുണ്ട്. നിന്റെ മുമ്പിൽ ശത്രു നിന്നെ അടിച്ചു തള്ളിയിടുവാൻ വേണ്ടിയിട്ട് സ്വഭവനത്തിനകത്ത് ശത്രുവിന്റെ യുദ്ധക്കളമാക്കി അവൻ മാറ്റി വച്ചിരിക്കപ്പെടുമ്പോൾ നീ വീണു പോകാതെ ഫൈറ്റ് ചെയ്ത് ജയിക്കപ്പെടണ. അവകാശങ്ങളും അധികാരങ്ങളും സ്ഥാപിക്കലല്ല. നിന്റെ വാക്കുകൾ ജ്ഞാനത്തോടെ ആയിരിക്കട്ടെ, നിന്റെ ഇടപെടലുകൾ ജ്ഞാനത്തോടെ ആകട്ടെ, നിന്റെ പ്രവർത്തികൾ ജ്ഞാനത്തോടെ ആയിരിക്കപ്പെടട്ടെ. ശൈത്താന്റെ ജോലി നിന്നെ തോൽപ്പിക്കുക എന്നുള്ള ഒരേ ഒരു ജോലി മാത്രമായിരിക്കുന്നു. നിന്റെ ഭാര്യയല്ല നിന്റെ ശത്രു, നിന്റെ ഭർത്താവല്ല നിന്റെ ശത്രു, നിന്റെ മക്കളല്ല, നിന്റെ മാതാപിതാക്കളല്ല നിന്റെ ശത്രു. നിനക്ക് ശത്രു പിശാചാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോട്, ഈ ലോക അധിപതി ശക്തികളോട് മാത്രമേ, പിശാചിന്റെ ഫോഴ്സുകളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ആ ഫോഴ്സ് നിന്റെ വീട്ടിനകത്ത് തമ്പടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നീ തോറ്റുപോകരുത്. ആ ഫോഴ്സ് നിന്റെ തൊഴിൽ സ്ഥാപനത്തിൽ തമ്പടിച്ചിട്ടുണ്ടെങ്കിൽ നീ തോൽക്കരുത്. ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും കൂടി നിന്റെ ഓരോ നടപ്പും പ്രവർത്തികളും ദൈവത്തിന് ഇഷ്ടമുള്ള വിധത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് മടങ്ങി വരിക.